എക്സ്പീരിയൻസ് എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ശരിക്കും എനിക്കറിയത്തില്ല എല്ലാ ഫീൽഡിലും ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം അടിപൊളിയായിട്ടുള്ള ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്നത് കാരണം എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. റോൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇത് നന്നാക്കാൻ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4 months ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പടം തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് ശരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് മെസ്സേജസും കോൾസും ഒക്കെ വരുന്നുണ്ട്, നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അപ്രിസിയേഷൻ കേൾക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഭയങ്കര അടിപൊളിയുണ്ട്. പിന്നെ പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ആക്ഷൻ സീക്വൻസും ഇതൊക്കെ ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ചേസും കാർ പരിപാടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ സ്റ്റണ്ട് ചെയ്ത മാസ്റ്റർ പ്രഭു സർ, ഫീനിക്സ് പ്രഭു, പുള്ളിയൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി നല്ല രീതിയിൽ ആളുടെ റോൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്യാരക്ടർ റോൾസ് എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, തകർത്തിട്ടുണ്ട് ക്യാരക്ടർ. അപ്പം എനിക്ക് അതൊക്കെ ആയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആൻഡ് ഒരുപാട് നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മൊത്തത്തിൽ വെരി ഹാപ്പി നൗ. അത് തന്നെയാണ്.